Hello, good evening. Hello. ഗുഡ് ഈവനിങ്. Okay. സോ നമ്മൾ ലാസ്റ്റ് എന്തായിരുന്നു ബാർ സെറ്റ് ചെയ്തിരുന്നു. അതേപോലെ ഹോം ഷോപ്പ് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒക്കെ നമ്മൾ റെഡി ആക്കിയിരുന്നു. ദെൻ യുവർ കാർട്ട് നമ്മൾ ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ സെർച്ചും ഉണ്ടായിരുന്നു. ഇത് പ്രോപ്പർലി വർക്കിംഗ് അല്ല, സോ നമുക്കത് കൊടുക്കാനുണ്ട്. ജസ്റ്റ് ഒന്നും വർക്കിംഗ് ആവുന്നില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെ വരുന്നത്. ഓക്കെ. ദെൻ എന്ത് ചെയ്യുക, കാറ്റഗറീസ് ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, തിരിച്ച് ഹോം പേജിലേക്ക് പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കോഡിക്ക് പോവാം. കാറ്റഗറി ഡോട്ട് എച്ച് ടി എം എൽ ഉണ്ട് അല്ലേ. സോ അതിൻ്റെ ബ്ലോക്ക് കണ്ടന്റിൻ്റെ ഉള്ളിലായിട്ട് ടൈറ്റിൽ ഓക്കെ, ബ്ലോക്ക് കണ്ടന്റിൻ്റെ ഉള്ളിൽ നമ്മൾ സെക്കൻഡ് ഡിവ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു യു ആർ എൽ കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്ലാസ്, അതായത് ക്ലാസ്സസ് കുറച്ച് ആഡ് ചെയ്യാം. ഇതിന് സ്റ്റൈൽസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് കുറച്ച് സ്റ്റൈൽസ് ആഡ് ചെയ്യാം. ഫസ്റ്റത്തെ ഡിവിന് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഡിവിന് കൊടുക്കാം. സോ സെക്കൻഡ് ഡിവിന് ഒരു സ്പേസ് കളയുന്നുണ്ട്. സെക്കൻഡ് ഡിവിന് നമുക്ക് ക്ലാസ് ആഡ് ചെയ്യാം. സോ ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കാം, ഒരു ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് റോ മൈ റോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ഞാൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാസ് ആണ് കേട്ടോ. ഈ മൈ റോ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സിൻ്റെ നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡിവും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയതായിട്ടൊരു ഡിവും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡിവ് ടാഗ് കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ക്ലോസിങ് ഇവിടെ കൊടുക്കുക. പി ടാഗ് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക കേട്ടോ. ആ ഡിവ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയൊരു ക്ലാസ് ആഡ് ചെയ്യാൻ പോവാണ്. പുതിയതല്ല, ഇത് ഓൾറെഡി ഉള്ള ക്ലാസ് തന്നെ കൊടുക്കുവാണ്. സോ കോഡ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക. എം എക്സ് ഓട്ടോ എന്ന് പറയുന്ന ക്ലാസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മൾ സ്റ്റൈലിംഗ് കൊടുത്തിട്ടുള്ളത്. മൈ റോ ക്ലാസ് എന്ന് പറയുന്ന പുതിയൊരു ക്ലാസ് നമ്മൾ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എന്ത് ചെയ്യണം, നമ്മുടെ CSS ഫയൽ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്ന കസ്റ്റം ഡോട്ട് CSS എന്ന് പറയുന്ന ആ ഒരു ഫയലിൽ ഇനി ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ എന്ത് ചെയ്യുക, കസ്റ്റം ഡോട്ട് CSS എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ദെൻ ലാസ്റ്റ് മൈ ഫൂട്ടറൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്യാം. കാറ്റഗറി പേജ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിടാം. നെക്സ്റ്റ് ലൈനിൽ നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ നെയിം കൊടുക്കാം. സോ മൈ റോ അണ്ടർസ്കോർ ക്ലാസ് കൊടുക്കുക, കേർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക. ദെൻ നമുക്ക് അവിടെ ഒരു പാഡിങ് ആഡ് ചെയ്യാം. സോ പാഡിങ് ടോപ്പ് കോളൻ കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള MX ഓട്ടോ ഉണ്ടല്ലോ, സോ അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡീഷണലി സ്റ്റൈൽസ് ആഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് മൈ റോ ക്ലാസ് ദെൻ സ്പേസ് ഒരു ഡോട്ടും കൂടെ കൊടുക്കുക. ദെൻ കൊടുക്കുക MX ഹൈഫൺ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടന്റിനും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈലിങ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കുക. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഹെക്സഗണൽ വാല്യൂസ് ആണ്. സോ 000 കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബ്ലാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ ഫോണ്ട് സൈസും കൂടി ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഫോണ്ട് സൈസ് ആയിട്ട് എത്ര കൊടുക്കുന്നുണ്ട്, ഒരു 12px കൊടുക്കുന്നുണ്ട്. ദെൻ ആ ഒരു കണ്ടന്റ് അവസാനിപ്പിക്കുകയാണ്. ദെൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ബ്രൗസർ റിഫ്രഷ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന്. ഓൾ പ്രൊഡക്ട്സ് പേജിലേക്ക് പോവാം.
പി ടാഗിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടായി കളർ. അതേപോലെ തന്നെ ഫോൺ സൈസ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിഫ്രഷ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാറ്റഗറി ഡോട്ട് HTML ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കാം. കാറ്റഗറി ഡോട്ട് HTML എടുക്കുക. നമ്മൾ URL അവർ കളക്ഷൻസ് എന്നുള്ള URL കാറ്റഗറി ഉണ്ടെങ്കിൽ അവർ കളക്ഷൻസ് വരും. സോ അവിടെയാണ് നമ്മൾ എന്ത് കൊടുത്തത്, സ്റ്റൈലിംഗ് കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. സോ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്തൊന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക, ഏതെങ്കിലും കാറ്റഗറി സെലക്ട് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ ഒരു കണ്ടന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന്, നമ്മൾ കൊടുത്ത ആ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് സ്റ്റൈലിങ് നമ്മുടെ പേജിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സോ അത് ആഡ് ചെയ്ത് നോക്കുക. ദെൻ ഇനി ഈ ഒരു സ്റ്റൈലിങ് വരുന്നില്ലെങ്കിൽ കാറ്റഗറി ഡോട്ട് HTML ഇനി ഇമേജിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EMX ഓട്ടോ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അത് നമുക്കിനി ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഇത് റൺ ചെയ്ത് നോക്കിയായിരുന്നു. സോ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല അല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ, ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് പോവാം. പിന്നെ ഇമേജിൻ്റെ അവിടെ നമ്മൾ ഇഫ് കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഇഫ് കണ്ടീഷന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ഡിവും കൂടി ആഡ് ഓൺ ചെയ്യാം. സോറി, ഓൾറെഡി ഉണ്ടായിരുന്നത്. സോ ആ ഡിവിൽ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യാം. ഇത് കൊടുക്കുക, ക്ലാസ് ഈക്വൽസ് MX ഓട്ടോ കൊടുക്കുന്നുണ്ട്. ദെൻ ഇമേജിനെ നമുക്ക് ഒരു ക്ലാസ്സും കൂടി ആഡ് ചെയ്യാം. സോ ക്ലാസ് ഈക്വൽസ് ക്ലാസ് എന്ത് കൊടുക്കുക, ഇമേജിന് വേണ്ടിയിട്ട് മൈ ഇമേജ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സും കൂടി കൊടുക്കുന്നുണ്ട്. അത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി H1 കണ്ടന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. സോ അതിന് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് കൊടുക്കാം. എന്ത് കൊടുക്കുക, ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട്. അതേപോലെ മൈ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അതേപോലെ പി ടാഗിൻ്റെ ഉള്ളിൽ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ജസ്റ്റിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. H1 ടാഗിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൈ ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൈ ഇമേജും മൈ ടൈറ്റിലൊക്കെ നമുക്ക് ഇനി ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ ഇങ്ങോട്ട് പോവുക, നമ്മൾ ആ CSS ഫയലിലേക്ക് പോവുക. നമുക്ക് താഴെ ആഡ് ചെയ്യണം. കസ്റ്റം ഡോട്ട് CSS പോയതിനു ശേഷം ഡോട്ട് കൊടുക്കാം, മൈ അണ്ടർസ്കോർ തന്നെയല്ലേന്ന് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇമേജിന് അണ്ടർസ്കോർ ഇമേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ആ ഒരു ഫയലിലേക്ക് പോവുക, കർലി ബ്രാക്കറ്റ്സ്, ഇത് കൊടുക്കുക, വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാം. സോ വിഡ്ത്ത് ഈക്വൽസ് വിഡ്ത്ത് കോളൻ ഒരു 100%. either നിങ്ങൾക്ക് പിക്സലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ദെൻ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഹൈറ്റും കൂടി കൊടുക്കാം. ഹൈറ്റ് ഓട്ടോ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ മൈ ടൈറ്റിൽ എന്ന് പറയുന്ന പുതിയൊരു ക്ലാസ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായി. സോ ഡോട്ട് മൈ അണ്ടർസ്കോർ ടൈറ്റിൽ കർലി ബ്രാക്കറ്റ്സ്, then അതിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കുക. ഞാനിപ്പോൾ ഫോണ്ട് സൈസ് കൊടുക്കുന്നുണ്ട്, ഒരു 16px കൊടുക്കുന്നുണ്ട് ഫോണ്ട് സൈസായിട്ട്. അതേപോലെ ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അപ്പർ കേസ് ആക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതേപോലെ നെക്സ്റ്റ് ലെറ്റർ സ്പേസിങ് കൂടി സെറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റർ സ്പേസിങ് 0.2 EM കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. കണ്ടന്റ് സെൻട്രലായിട്ട് വന്നിട്ടുണ്ട്.
ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. ഇമേജിന്റെ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അഗെയിൻ ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് പോവാം. അപ്പർ കേസ് ആയിട്ടുണ്ടോ? അപ്പർ കേസ് ആയിട്ടില്ല അല്ലേ. ഓക്കെ, മൈ ടൈറ്റിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഈ ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാറ്റഗറി ഡോട്ട് എച്ച് ടി എമ്മിൻ്റെ ഉള്ളിൽ മൈ ടൈറ്റിൽ കൊടുത്ത H1 ടാഗിൻ്റെ അവിടെയായിരുന്നു മൈ ടൈറ്റിൽ കൊടുത്തായിരുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. നമുക്ക് നോക്കാം. മൈ ടൈറ്റിൽ കണ്ടന്റ് കറക്റ്റ് ആണ്. ഫോൺ സൈസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻറ്റർ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മളവിടെ സ്റ്റൈൽ കൊടുത്തപ്പോൾ ടെക്സ്റ്റ് സെൻറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടായല്ലോ. സോ കണ്ടന്റ് സെൻറ്റർ ആയിട്ടുണ്ട്. ഇത് ജസ്റ്റിഫൈ നമ്മൾ ബാക്കി കൊടുത്ത ആ ഒരു കണ്ടന്റ് ജസ്റ്റിഫൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് 400 ആയിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഇനി കണ്ടന്റ് ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് വരുന്നത്. ദെൻ നമുക്ക് ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് പോവാം. ദെൻ ഇനി ഈ ഇമേജിന് കുറച്ച് എക്സ്ട്രാ പാഡിങ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ ഇവിടെ നമ്മൾ our product collection okay wait എൽസിൽ നമ്മൾ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ ഇമേജ് എന്ന് പറയുന്ന സ്റ്റൈൽ വേണമെങ്കിൽ ഇവിടെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ബട്ട് അത് ബാനർ അല്ലേ. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്ക് ക്ലാസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സോ ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ കൊടുത്ത മൈ ഇമേജ്. ഇതേപോലെ പുതിയൊരു സ്റ്റൈലും കൂടി ആഡ് ചെയ്യാം. മൈ ഇമേജ് പാഡിങ് കൊടുക്കാം. ദെൻ നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ദെൻ നമ്മൾ മൈ ഇമേജ് പാഡിങ് നമ്മൾ കൊടുത്തിട്ടില്ല, അത് നമുക്ക് റെഡിയാക്കാനുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഡിവിൻ്റെ ഉള്ളിൽ ഇവിടെ H1 ടാഗ് ഉണ്ട്. H1 ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്ത ക്ലാസ് കൊടുക്കുക. ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുക. ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മൈ ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പി ടാഗിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക. ക്ലാസ് ജസ്റ്റിഫൈ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ജസ്റ്റിഫൈ കൊടുക്കുന്നുണ്ട്. ദെൻ അതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. താഴത്തെ കണ്ടന്റ് ജസ്റ്റിഫൈ ആയിട്ടുണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. ദെൻ നമ്മൾ ആ ഒരു ഇമേജിൻ്റെ ഇമേജ് പാഡിങ്ങിന് നമ്മൾ സ്റ്റൈൽ കൊടുത്തിട്ടില്ല. സോ നമുക്കത് ഇനി ആഡ് ചെയ്യാനുണ്ട്. സോ താഴത്തേക്ക് പോവുക. എടുക്കാം ഡോട്ട് മൈ ഇമേജ് അണ്ടർസ്കോർ പാഡിങ് കർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക. പാഡിങ് ഒരു 5 px കൊടുക്കുന്നുണ്ട്. നമുക്കിന്നെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ എടുക്കുക, ഏതെങ്കിലും കാറ്റഗറി സെലക്ട് ചെയ്യുക, ദെൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് എന്താണ്, ലൂപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ ഓരോ ഐറ്റംസ് 1 by 1 ആയിട്ട് വരുന്നതല്ലേ.
സോ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ പ്രൊഡക്ട്സ് 1 by 1 ആയിട്ട് വരുന്നതിൻ്റെ ആ ലൂപ്പിൽ ആ ഡിവ് ഉണ്ടല്ലോ. സോ ഈ ഒരു കണ്ടന്റ് നമുക്കൊരു പ്രോപ്പർ പാറ്റേണിൽ വൃത്തിക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ കാറ്റഗറിയിൽ തന്നെ താഴത്തേക്ക് പോകുന്നുണ്ട്. 4 ലൂപ്പ് കാണാം അല്ലെ, നമുക്ക് 2 ഡിവ് ഇവിടെ വരുന്നുണ്ട്. സോ ഫസ്റ്റത്തെ ഡിവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ആഡ് ചെയ്യാം. കണ്ടെയ്നർ കൊടുക്കുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ഡിവിൽ ക്ലാസ് ആഡ് ചെയ്യാം. ഇത് കൊടുക്കുക, റോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത്. സോ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യും. ഇവിടെ ഒരു ചെറിയ സ്പേസിങ് വന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ആയതാണ്. ഇത് നമ്മുടെ കാറ്റഗറീൻ്റെ ഇമേജ് ആണ്. ഇതിൻ്റെ സൈസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. ബിക്കോസ് നമ്മുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബാനറിൻ്റെ സൈസ് തന്നെ ഈ ഒരു കാറ്റഗറിക്കും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇഷ്യൂസ് ഇല്ല. അങ്ങനെ കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇവിടെ ക്ലാസ്സിലെ ബാനറിൻ്റെ ഹൈറ്റും വിട്ടും കൊടുത്തിട്ടുണ്ടാവുമല്ലോ. സോ അതങ്ങ് കോപ്പി ചെയ്യുക. ദെൻ താഴത്തേക്ക് പോവുക. കാറ്റഗറി ഉണ്ടെങ്കിലാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. സോ അത് ഇവിടെ ആഡ് ചെയ്യാം. ദെൻ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യാം. അത്യാവശ്യം നല്ല പിക്സൽ ക്വാളിറ്റി ഉള്ള ഇമേജ് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ ഇതിപ്പോൾ ഒത്തിരി എന്താ പറയുക, പിക്സൽ സ്പേസ് ഇല്ലാത്ത പിക്ചർ ആയതുകൊണ്ടാണ് ഇത്ര വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒന്ന് എടുത്ത് നോക്കാം. ആ പിക്ചർ എങ്ങനെയുണ്ടെന്ന് കണ്ടോ. അതിൻ്റെ വിഡ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഇമേജിന്റെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. ഐതർ എന്ത് ചെയ്യാം, സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ തൽക്കാലം കൊടുക്കുന്നുണ്ട്. സോ അത് സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട്. തൽക്കാലം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ബിക്കോസ് അതിന് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അത്രയും നല്ലത്. ദെൻ ആ ഒരു കളക്ഷൻ ഇവിടെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇപ്പോഴത്തെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഹോമിലേക്ക് തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഓക്കെ, ആ ഒരു കളക്ഷൻ തന്നെ കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ അങ്ങനെ ആഡ് ഓൺ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ കാറ്റഗറി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കാറ്റഗറിക്ക്. ദെൻ ഓരോന്നിനെയും ഓരോ ഐറ്റംസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇപ്പം നമ്മൾ 2 ക്ലാസ് കൊടുത്തപ്പോൾ കണ്ടെയ്നർ കൊടുത്തിട്ടുണ്ടായി, റോ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സും കൊടുത്തിട്ടുണ്ടായി. ഇനി നമുക്കിതിനെ ഒരു ഗ്രിഡ് ലൈക്ക് ആർക്കിടെക്ചറിലാണ് വരുന്നത്. അതായത് ഇപ്പോൾ 3 ഐറ്റംസ് ഉള്ളതാണെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ സെക്കൻഡ് പ്രൊഡക്റ്റ്, ദെൻ തേർഡ് പ്രൊഡക്റ്റ്, ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് താഴെ. ആ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടേണ്ടത്. സോ നമുക്ക് ആ പ്രൊഡക്ട്സിൻ്റെ അലൈൻമെൻ്റ് ആണ് ഇനി നമുക്ക് കാറ്റഗറി വൈസ് കൊടുക്കാനുള്ളത്. സോ നമുക്കൊരു ഗ്രിഡ് പോലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് റെഫർ ചെയ്യാം കേട്ടോ. സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നമുക്കിനി എങ്ങനെ ഗ്രിഡ് കൊടുക്കാൻ നോക്കാം. സോ ബൂട്ട് സ്ട്രാപ്പ് എടുക്കുന്നുണ്ട്. ഡോക്സ് ചൂസ് ചെയ്യുക. അതിൽ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ കേട്ടോ കണ്ടോ, ലേ ഔട്ടിൽ ഗ്രിഡ് ഉണ്ട്. സോ അത് ചൂസ് ചെയ്യുക. ഇതിൽ ഏത് ലേ ഔട്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഗ്രിഡിൻ്റെ തന്നെ എങ്ങനത്തെ പാറ്റേൺ ആണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഇതിന് ജസ്റ്റ് റെഫർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോ നമ്മൾ ഫസ്റ്റത്തെ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. 1 by 1 ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത്.
കണ്ടോ കണ്ടെയ്നർ, അതേപോലെ ക്ലാസ്, റോ, കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്രിഡിനും ഓരോ ക്ലാസ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എവിടെയും ഉണ്ട് അതൊക്കെ. സോ അതിനനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇവിടെ കണ്ടെയ്നർ ടെക്സ്റ്റ് സെന്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കോൾ 6 പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കോൾ 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. സോ അതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തൊക്കെ ഇവിടെ കണ്ടോ. കോൾ MD ഓട്ടോ, അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റൈൽസ് ഇവിടെ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊന്ന് റെഫർ ചെയ്ത് വെക്കാം കേട്ടോ. ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ. കോൾ 6 കോൾ MD-4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മളിവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക, ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ MX ഓട്ടോ റോയിൻ്റെ ഉള്ളിൽ MX ഓട്ടോ തന്നെ കൊടുക്കാനാണ് പ്ലാൻ. സോ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, സോ ബാക്ക് ടു നമ്മുടെ ക്വറിക്ക് വരുവാണ്. നെക്സ്റ്റ് വേണ്ടത് എന്താണ്, കാറ്റഗറീൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് നമുക്ക് അലൈൻ ചെയ്യാനുള്ളത്. സോ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് 2 ഡിവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഡിവ് കൊടുത്തിട്ടുണ്ട്. സോ റോ കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, കണ്ടെയ്നർ കഴിഞ്ഞതിന് ശേഷം റോ കഴിഞ്ഞിട്ട് MX ഓട്ടോ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഈ കണ്ടെയ്നർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ അതിനെ ചേഞ്ച് ആക്കുന്നുണ്ട്. പകരം വേറെ മൈ ബോട്ടം മാർജിൻ എന്ന് പറയുന്ന ക്ലാസ് ആക്കുന്നുണ്ട്. സ്പേസ് കോൾ -9 നമ്മൾ നേരത്തെ കണ്ടല്ലോ. സോ ഒരു ആർക്കിടെക്ചർ ആക്കുന്നുണ്ട്. ദെൻ ക്ലാസ് റോ തന്നെ ഓക്കെ ലൈനുണ്ട്. ക്ലാസ് റോ തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്കിനി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. അഗെയിൻ ബാക്ക് ടു ആ ഒരു സ്ട്രക്ചറിലേക്ക് പോയത് നമുക്ക് കാണാൻ പറ്റും. ദെൻ കോൾ മൈ ബോട്ടം മാർജിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ. സോ എന്ത് ചെയ്യാം, custom.css പോവുക. ഡോട്ട് മൈ ബോട്ടം മാർജിൻ കൊടുക്കുന്നുണ്ട്. ദെൻ മാർജിൻ ബോട്ടത്തിൽ ഞാൻ 10 പിക്സലാണ് കൊടുക്കുന്നത്. സോ 10 കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കിനി റിഫ്രഷ് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. വലിയ ചെറിയൊരു ചേഞ്ചസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒരു സ്പേസിങ് വന്നിട്ടുണ്ട് ഓരോന്ന് കഴിയുമ്പോഴും. ദെൻ ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് വരാം. ദെൻ എന്താണ് നമ്മുടെ category.html ഇവിടെ ഒന്നും കൂടി സ്റ്റൈലിങ് ചേഞ്ച് ചെയ്യുവാണ്. ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, ബട്ട് സ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ കോൾ -SM-12 കൊടുക്കുന്നുണ്ട്. അതേപോലെ കോൾ -MD-4 കൊടുക്കുന്നുണ്ട്. കോൾ -MD-12 കൊടുത്തു നോക്കുന്നുണ്ട്. ദെൻ നമുക്ക് ബ്രൗസറിൽ പോയിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുന്നുണ്ടോയെന്ന്. എന്തോ ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കാം. ഓക്കെ, അതിന് പകരം കോൾ LG4 കൂടി കൊടുക്കുന്നുണ്ട്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കുക. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. സോ നമ്മളിപ്പോൾ എന്താണ് ഗ്രിഡ് ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അഗെയിൻ ബൂട്ട് സ്റ്റാപ്പിലേക്ക് പോവുക. നമുക്കത് മാറ്റിയിട്ട് കാർഡ് ലൈക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കാം. CS6
ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. കമ്പോണൻസിലെ കാർഡ്സ് നമുക്ക് കാണാൻ പറ്റും. സോ കാർഡ് ബോഡി എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ട്രക്ചർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ഒരു ബോക്സിൽ നമുക്ക് ഓരോ ഐറ്റംസിന് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ യൂസ് ചെയ്യാം. സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇമേജ് ഉണ്ടെങ്കിൽ അതേ രീതിയിൽ എന്തായിരിക്കും സ്ക്രോൾ ചെയ്യുക ഉണ്ടോ. നമുക്കിപ്പോൾ ഒരു ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഇൻക്ലൂഡിങ് ലിങ്ക് ഉണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് എന്നൊക്കെ പറയുന്ന ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതിലേത് കാർഡ് സ്ട്രക്ചർ വേണമെങ്കിലും നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. സോ നമുക്ക് ഇനി നമ്മൾ ആ ഒരു പേജിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. സോ നമ്മൾ ഗ്രിഡ് ആയിരുന്നു ഇത്ര നേരം യൂസ് ചെയ്തിരുന്നത്. സോ ഗ്രിഡ് മാറ്റിയിട്ട് എന്താക്കാൻ പോവാണ്, കാർഡ് ആക്കാൻ പോവാണ്. സോ കാർഡ് ആക്കാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പിൻ്റെ ഉള്ളിൽ സെക്കൻഡ് ടേബിളിൽ നമുക്ക് കാർഡ് കൊടുക്കാം. സെക്കൻഡ് ഡിവിൻ്റെ ക്ലാസ് ഞാൻ എന്താക്കുന്നുണ്ട്, കാർഡ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ടെക്സ്റ്റ് സെൻറ്റർ ആക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓരോ കാർഡായിട്ട് മാറിയത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ടെക്സ്റ്റ് കണ്ടന്റ് എല്ലാം സെൻറ്ററിലേക്ക് വന്നത് നമുക്ക് അവിടെ പെട്ടെന്ന് കാണാൻ പറ്റും. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ദെൻ കാർഡ് ടെക്സ്റ്റ് സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് സ്റ്റൈലും കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റൈൽ ഈക്വൽസ് എന്ത് കൊടുക്കാം, മിനിമം വിഡ്ത്ത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര കൊടുക്കും, ഒരു 18 അറിയാം. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്കൊന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോയെന്ന്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ബാക്ക് ടു ക്വരീസ് നമുക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് കാർഡ് ബോഡി ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഇമേജ് ടാഗിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നു, ഇമേജ് ടാഗ് കഴിഞ്ഞിട്ടായാലും ആ ഒരു ഡിബിൽ കൊടുത്താലും മതി. ഓക്കെ, ദെൻ ഇമേജ് ടാഗ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡിബിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, കാർഡ് ബോഡി കൊടുക്കുന്നുണ്ട്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല, നമുക്ക് നോക്കാം. ദെൻ കാർഡ് ബോഡീൻ്റെ ഉള്ളിലാണ് H4ഉം പി ടാഗൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ സ്റ്റൈലിംഗ് ആഡ് ചെയ്യാം. സോ ബാക്ക് ടു നമ്മുടെ CSS ഫയലിലേക്ക് പോവുക. ഡോട്ട് കാർഡ് ബോഡി. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോൺ സൈസ് 14 കൊടുത്തിട്ടുണ്ട്, അപ്പർ കേസ് ആക്കുന്നുണ്ട്. സ്പേസിങ് 2 EM ആക്കുന്നുണ്ട്. ഓക്കെ, ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കുക കേട്ടോ. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ടെക്സ്റ്റ് കണ്ടന്റ് അപ്പർ കേസ് ആവുന്നില്ല അല്ലേ. ഇവിടെ നമ്മൾ നെയിമാണ് ടാഗ് ചെയ്യുന്നത്. ഏത് ടാഗാണോ നമ്മൾ ടാഗ് നെയിം ഉണ്ടല്ലോ, സോ ആ ടാഗ് നെയിമാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ആ കാർഡ് ബോഡീൻ്റെ ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന H4 ടാഗ്സിനെല്ലാം സെയിം സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പർ കേസ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ, അപ്പർ കേസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദെൻ അഗെയിൻ നമ്മുടെ കാറ്റഗറിക്ക് പോവുക. ഒരു ഇമേജ് സൈസ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടില്ല. സോ ഡിവിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കതൊന്ന് റെഡിയാക്കാനുണ്ട്. ഇത് പ്രൊഡക്റ്റ് ഇമേജിൻ്റെ ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതങ്ങ് കളയാം.
ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബാക്ക് ടു ക്വറി. ദെൻ ഓരോന്ന് കഴിയുമ്പോൾ സ്പേസിങ് കീപ്പ് ചെയ്യണമെങ്കിൽ ഫോറിൽ കഴിഞ്ഞതിന് ശേഷം മീസ് ടാഗ് അടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. രണ്ട് BR ടാഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടോ സ്പേസിങ് വന്നിരിക്കുന്നത്. സോ ആ ഡിവിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഡിവിൻ്റെ ഉള്ളിലാണ് BR ടാഗ് കൊടുക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കട്ട് ചെയ്യാം. പേസ്റ്റ് ചെയ്യാം. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയാണ് ചേഞ്ചസ് വരുന്നത് കണ്ടോ. ഇപ്പോൾ ഓരോ ഐറ്റംസ് കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു സ്പേസിങ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഒറ്റ BR മതി അല്ലേ. ഓക്കെ, സോ ഒരു സ്പേസിങ് നമ്മളവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. തൽക്കാലത്തേക്ക് താഴത്തേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് BR ടാഗ് കൊടുത്തത്. നമുക്ക് ഇനി BR ടാഗ് ഡിസേബിൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് കാറ്റഗറിയിൽ നിന്ന് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് പേജിലേക്ക് പോകണം. ഇവിടെ ഇനി ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് ഓക്കെ, പ്രൊഡക്റ്റ് പേജിലേക്ക് പോകുന്നുണ്ട്. പ്രൊഡക്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ക്യാരറ്റ് എടുക്കാം. ബിക്കോസ് ആ ഒരു പിക്ചർ കംപ്ലീറ്റ്ലി ഉണ്ട്. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് product.html നമുക്കിനി പോവാം. സോ ഈ BR ടാഗ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ദെൻ നമുക്ക് product.html പോവാം. അതിൽ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിൽ നമുക്ക് കുറച്ച് സ്റ്റൈലിംഗ് ആഡ് ചെയ്യണം. സോ ബ്ലോക്ക് കണ്ടന്റിൻ്റെ ഉള്ളിലത്തെ ഫസ്റ്റ് ഡിവിൽ നമ്മൾ സ്റ്റൈലിംഗ് ആഡ് ചെയ്യുവാണ്. ക്ലാസ് ആഡ് ചെയ്യാം. സോ ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, റോ മൈ റോ ക്ലാസ് എന്ന് പറയുന്ന പുതിയൊരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമുക്കത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, custom.csv പോവാം. പ്രൊഡക്റ്റ് പേജ് എന്നാണ് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മളിപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത മൈ റോ ക്ലാസ് ആഡ് ചെയ്യാം. നമ്മൾ പാഡിങ് ടോപ്പ് 15 px കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാഡിങ് ബോട്ടം കൂടി ആഡ് ചെയ്യാം. ബോട്ടം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 20 px കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാനുണ്ട്. MX കൊടുത്തിട്ടുണ്ട്. കളർ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോൺ സൈസ് 12 px കൊടുത്തിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് ഡെക്കറേഷൻ നന്നായിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കുക. ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് ടു നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്ക് പോവാം. ദെൻ എന്താണ്, സെക്കൻഡ് ഡിവിൽ നമുക്കിനി അത് ആഡ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ, സെക്കൻഡ് ഡിവിൽ നമുക്ക് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യാൻ MX കൊടുക്കാം. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന്. ചെറിയ എന്തോ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രേക്ക് ടാഗിന് മുമ്പായിട്ട് പുതിയൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൊടുക്കാം. ക്ലാസ് സ്പേസ് ഇട്ടിട്ട് ക്ലാസ് കൊടുക്കുക. കണ്ടെയ്നർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലോസിങ് ഏറ്റവും എൻഡിൽ കൊടുക്കുക കേട്ടോ.
ആഡ് ടു കാർട്ട് കഴിഞ്ഞതിന് ശേഷം ദെൻ നെക്സ്റ്റ് ഒരു ഡിബും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ടാഗിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിബും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡിവ് എന്നിട്ട് കൊടുക്കുന്നുണ്ട് ക്ലാസ് ഈക്വൽസ് റോ കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ക്ലോസിങ് ലാസ്റ്റത്തേക്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് സ്റ്റൈലിംഗ് ആണ് നമ്മൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിന് സ്റ്റൈലിംഗ് കൊടുക്കണം. ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒരു അലൈൻമെൻ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, ബിക്കോസ് കണ്ടെയ്നറും ഇതൊക്കെ കൊടുത്തല്ലേ. സോ ആ ഒരു ചേഞ്ചസ് നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, റോ കണ്ടെയ്നർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഡിബിന് നമുക്ക് സ്റ്റൈലിംഗ് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് ഡിബിന് ഇതിപ്പോൾ ഓക്കെ, നമുക്ക് ഇനി സ്റ്റൈൽ ആഡ് ചെയ്യാം. സോ ഡിബ് അതിന് മുമ്പായിട്ട് നമ്മൾ കാറ്റഗറിയിൽ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഡിബിലൊന്ന് കറപ്ഷൻസ് കൊടുക്കാം. ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെ നമുക്ക് കൂടി ഫോളോ ചെയ്യാം കേട്ടോ. സോ ഈ ഒരു ഡിബിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ക്ലാസ് കോൾ -md-12 കൊടുക്കുന്നുണ്ട്. കോൾ sm-12 call md-12 എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ കോൾ -lg- കൊടുക്കുന്നുണ്ട്, 12 കൊടുക്കുന്നുണ്ട്. ദെൻ ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുന്നുണ്ട് ടാഗിൻ്റെ ഉള്ളിൽ. ദെൻ നെക്സ്റ്റ് ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ, സോ പിക്ചർ സെൻറ്ററിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡിവ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, സ്റ്റൈൽ കൊടുക്കുന്നുണ്ട്. സ്റ്റൈൽ ഈക്വൽസ് മിനിമം വെഡ്ത്ത് സെറ്റ് ചെയ്യുവാണ്. സോ 618 REM തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്നും നമ്മളിവിടെ സ്റ്റൈലിങ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിബിൽ നമ്മൾ പ്രൊഡക്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു ഡിബ് ഉണ്ടല്ലോ, നെയിം പ്രൈസ്. സോ അതിൽ നമ്മൾ ഈ രണ്ട് ഡിബിൽ നമ്മൾ സ്റ്റൈലിങ് ആഡ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഡിബിൽ കൊടുക്കുക, ക്ലാസ് കൊടുക്കുന്നുണ്ട്. കോൾ md-12 കൊടുത്തിട്ടുണ്ട്. അതേപോലെ sm ഇവിടെ 12 കൊടുത്തിട്ടുണ്ട്, md-12 കൊടുത്തിട്ടുണ്ട്, lg-12 കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ ഇപ്പോൾ കൊടുക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് ഡിബിൽ ഇത് ആഡ് ചെയ്യുന്നുണ്ട്, ഡിബ് അല്ല h1 ടാഗിൽ കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. മൈ പ്രൊഡക്റ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ക്ലാസ്സും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റൈൽ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. നമ്മുടെ custom.css നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ നമുക്കത് ആഡ് ചെയ്യാം. .my product underscore title curly brackets കൊടുക്കുക. നെക്സ്റ്റ് എന്ത് കൊടുക്കുന്നുണ്ട്, ഫോണ്ട് സൈസ് കൊടുക്കുക. ഫോണ്ട് സൈസ് എത്ര കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കുക. ഞാൻ 16:3x ആണ് കൊടുക്കുന്നത്. ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്തുകൊണ്ട് റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പർ കേസ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ലെറ്റർ സ്പേസിങ് കൊടുക്കുന്നുണ്ട്. .2 REM കൊടുക്കുന്നുണ്ട്.
അതേപോലെ പാഡിങ് ടോപ്പ്, ഒരു 15px കൊടുക്കുന്നുണ്ട്. അതേപോലെ പാഡിങ് ബോട്ടം കൊടുക്കുന്നുണ്ട്, 10px കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുക. സെൻറ്റേർഡ് ആയിട്ടുണ്ട്, ടെക്സ്റ്റ് കണ്ടന്റ് ലെഫ്റ്റിക്ക് ആയിട്ടുണ്ട്. സോ ഇത്രയും ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ പി ടാഗിൽ നമുക്ക് ക്ലാസ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ അത് കൊടുക്കാം. ക്വറിക്ക് പോവുക, പ്രൊഡക്റ്റ് പേജിലേക്ക് പോവുക. ദെൻ എന്ത് ചെയ്യുക, പി ടാഗിൽ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ പി ടാഗ് നോക്കുക. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുക, ക്ലാസ് ആഡ് ചെയ്യുക. ക്ലാസ് ഈക്വൽ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ജസ്റ്റിഫൈ മൈ ബ്രോഡ് ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റൈലില്ലേന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കേട്ടോ. മൈ ബ്രോഡ് ടെക്സ്റ്റ് ഇല്ല, ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് ആഡ് ചെയ്യണം. മൈ ബ്രോഡ് ടെക്സ്റ്റ് കർലി ബ്രാക്കറ്റ്സ്, ഞാൻ അതിനുള്ളിൽ എൻ്റർ അടിക്കുക. പാഡിങ് റൈറ്റ് കൊടുക്കുന്നുണ്ട്. സോ 20px ആണ് കൊടുക്കുന്നത്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മൈ ടെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് പോവുക. കൊടുത്തത് കറക്റ്റ് അല്ലേ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് കൊടുക്കണം, നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, അവിടെയും കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഇവിടെ എന്ത് ചെയ്യുക, ക്ലാസ് എന്ത് കൊടുക്കുക, ടെക്സ്റ്റ് ജസ്റ്റിഫൈ മൈ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്കിൻ്റെ അവിടെയും ഇവിടെ നമ്മൾ സ്റ്റൈലിങ് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുക, ക്ലാസ് ഇത് കൊടുക്കുക, ടെക്സ്റ്റ് ജസ്റ്റിഫൈ. ഇതേപോലെ നേരത്തെ കൊടുത്ത മാതിരി മൈ ബ്രോഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ബോൾഡ് ടാഗിൻ്റെ ഉള്ളിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് കൊടുത്തതുപോലെ തന്നെ നമുക്ക് റിഫ്രഷ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നമുക്ക് മനസ്സിലായില്ല അല്ലേ. ഓക്കെ, ഫൈൻ. നമുക്ക് ബാക്ക് ടു നമ്മുടെ ആഡ് ടു കാർട്ടും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. സോ ആഡ് ടു കാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആങ്കർ ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുക, ക്ലാസ് ആയിട്ട് BTN സെക്കൻഡറി ഉണ്ട്. സോ അത് കൊടുക്കുക. HF നമ്മളിപ്പോൾ കറൻറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ബട്ടൺ പോലെ ആയിട്ടുണ്ട് അല്ലേ ആഡ് ടു കാർട്ട്. ഓക്കെ, സോ ആ സ്റ്റൈലിങ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് വരാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ലെങ്ത് നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. സോ കോൾ MD എന്നുള്ളത് കളയുന്നുണ്ട്, കോൾ 12 എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. SM 12 ആക്കുന്നുണ്ട്. കോൾ MD, കോൾ LG 6 ആക്കാം. ടെക്സ്റ്റ് സെൻറ്റർ ഞാനിപ്പോൾ കളയുന്നുണ്ട്. ഓപ്ഷണലാണ്, നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി കേട്ടോ. റിഫ്രഷ് ചെയ്ത് നോക്കാം.
നോക്കാം. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് നെയിമിന് തൊട്ട് മുമ്പുള്ള ഡിബിലും നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. MD ഞാൻ യൂസ് ചെയ്യുന്നില്ല. കോൾ 12 SM ഇതേപോലെ തന്നെ MD കൊടുക്കുന്നുണ്ട്. കോൾ LG 12 മാറ്റിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, 6 ആക്കുന്നുണ്ട്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ? സോ ഈ ഒരു രീതി ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇമേജ്, റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റിന്റെ നെയിം, പ്രൈസ്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം നമുക്ക് കണ്ടന്റ് റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ഇമേജ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഫോർമാറ്റിൽ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്ട്രക്ചറിലേക്കാണ് നമ്മൾ എത്തിക്കാൻ ഉദ്ദേശിച്ചത്. ലെഫ്റ്റ് സൈഡിൽ പിക്ചറും റൈറ്റ് സൈഡിൽ കണ്ടന്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് നെയിമിന് മുമ്പുള്ള ഫസ്റ്റത്തെ ഡിവ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. പ്രൊഡക്റ്റ് നെയിമിന് മുമ്പുള്ള റിമൂവ് ചെയ്യാനുള്ള ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ഡിവും കൂടി ആഡ് ചെയ്യാം. then അതിന്റെ ക്ലോസിങ് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. പേസ്റ്റ് ചെയ്യാം. റിഫ്രഷ് ചെയ്യാം. ഇവിടെ ഉണ്ടോ ഫൂട്ടറും ഇത് നമ്മൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിവ് നമ്മൾ ആഡ് ചെയ്തിരുന്നു. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ക്വറിക്ക് പോവാ, ബട്ടന് ശേഷം രണ്ട് BR ടാഗ് ആഡ് ചെയ്യാം. സോ ഒരു സ്പേസിങ് അവിടെ വരും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കണ്ടന്റ് വരുന്നത്. അല്ലെങ്കിൽ ആ ഡിബൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്പേസിങ് ആഡ് ചെയ്താലും മതി. ഐ തിങ്ക് സോ. സോറി, അതൊന്ന് കട്ട് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് നോക്കാം. ആ ഒരു സ്പേസിങ് അവിടെ വരുന്നുണ്ട്. സോ ഇത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ BR ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസിങ് അവിടെ കാണാൻ പറ്റും. സോ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇമേജ് ആസ് ലിങ്ക് ആയിട്ട് ഇമേജ് ലിങ്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ പ്രൊഡക്റ്റ് പിക്ചർ ഇവിടെ ഉണ്ട്. ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പ്രൈസ് എന്നുള്ള ലേബിൾ കൊടുക്കുക, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ അലൈൻ ചെയ്ത് കൊടുക്കുക. ആഡ് ടു കാർട്ടിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ട് നമുക്കിനി കാർട്ട് പേജ് നമുക്കിനി ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇന്നത്തെ സെഷനിൽ ഞാൻ ഇത്രയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് പേജിന്റെ സ്റ്റൈലിംഗ് ഒക്കെ ഒന്ന് മാറ്റിയിരുന്നു. അതേപോലെ തന്നെ കാറ്റഗറി പേജിൽ നമ്മൾ ചെറിയ രീതിക്കുള്ള ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കാർഡിന്റെ ബോഡിയൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ആയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിക്ക് നമുക്ക് ഇനി അലൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അത് പ്രോസസ്സിങ് നമ്മൾ കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്രയും ചെയ്ത് വെക്കുക. വെജിറ്റബിൾസ്, അതായത് കാറ്റഗറീൻ്റെ ഇമേജിന്റെ സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കി വെക്കുക. അതേപോലെ പ്രൊഡക്റ്റിന്റെ ഇൻഡിവിജ്വലി നമ്മൾ ആ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ഹൈലൈറ്റ് ചെയ്യുന്നില്ലെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ പിക്ചറും റൈറ്റ് സൈഡിൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിക്ക് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നില്ലെന്ന് മസ്റ്റ് ആയിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ആഡ് ടു കാർട്ട് കൊടുക്കും. ദെൻ കാർട്ട് പേജിലേക്ക് പോകുന്നത്, ദെൻ അവിടെ നിന്ന് നേരെ ചെക്ക് ഔട്ടിലേക്ക് പോകുന്നത്, ലിസ്റ്റ് ഐറ്റംസ് ആഡ് ചെയ്യാൻ റിമൂവ് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റീസ് ഒക്കെ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അതേപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ കാർട്ടിന് പകരം നമ്മൾ അവിടെ കാർട്ടിന്റെ ഇമേജ് ആയിരിക്കും അവിടെ ആഡ് ചെയ്യുന്നത്. സോ അതെങ്ങനെ ആഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദെൻ അതേപോലെ തന്നെ നമുക്ക് എന്താ ആഡ് ചെയ്യണം, നമ്മുടെ അവിടെ സെർച്ച് കണ്ടോ, സെർച്ച്. സോ സെർച്ചും കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാനുണ്ട്. അതും കൂടി നമുക്ക് നെക്സ്റ്റ് അപ്കമിങ് ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അവിടെ സെർച്ച് എന്നുള്ള ഈ ടെക്സ്റ്റ് കണ്ടന്റിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, ഐക്കൺ കൊടുക്കണം. സോ ഞാൻ മെയിൻലി ഫോണ്ടോസ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് എടുക്കാറ്. സോ നിങ്ങൾക്ക് അതെങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. സോ ഇത്രയും അലൈൻമെന്റ്സ് സ്റ്റൈലിംഗ് ആണ് നമ്മൾ ഇന്ന് മെയിൻലി ചെയ്തത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു. നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ.